ബോംബെ ഭീകരാക്രമണ കേസിലെ പ്രധാന പ്രതിയായ തഹൌർ റാണയെ വ്യാഴാഴ്ച ഇന്ത്യയിലെത്തിച്ചു. അമേരിക്കയിലെ തടവിൽ കഴിഞ്ഞിരുന്ന തഹൌർ റാണയെ 16 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഇന്ത്യക്ക് അമേരിക്ക കൈമാറിയത്. വ്യാഴാഴ്ച എയർഫോഴ്സിന്റെ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ അമേരിക്കയിൽ നിന്ന് പാലം എയർപോർട്ടിലെ എയർഫോഴ്സ് ഗ്രൗണ്ടിൽ റാണയുമായി NIA ടീം എത്തി. റാണയുടെ ദേഹപരിശോധന നടത്തി അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി. 18 ദിവസം കസ്റ്റഡി ചോദിച്ചിട്ടുണ്ട്. 18 ദിവസവും അനുവദിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ഭീകരാക്രമണം 2008 ബോംബെയിൽ നടത്തിയതിൻ്റെ പ്രധാന സൂത്രധാരൻ കോൾമാനും അതുപോലെ തന്നെ തഹൌർ റാണയുമാണ് എന്നാണ് നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ബോംബെ ഭീകരാക്രമണത്തിൽ നമുക്കറിയാം ഏകദേശം 166 പേരെ കൊലപ്പെടുത്തി, 238 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ സംഭവം ഇന്ത്യയെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം 2008 ബോംബെ സ്ഫോടനത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന ടെററിസ്റ്റുകൾ 10 പേരാണ്. ആ 10 പേരിൽ 9 പേരെ നമ്മൾ വധിച്ചു. ബോംബെയിലെ പ്രശസ്തമായ റെയിൽവേ സ്റ്റേഷനിൽ 2 ലക്ഷറി ഹോട്ടല്, ഇവിടെ ആണ് ഈ പാകിസ്ഥാനി തീവ്രവാദികൾ തൊക്കുമായി എത്തി കണ്ണി കണ്ടവരെല്ലാം വെടിവെച്ച് കൊല്ലുകയും ഭീകരാക്രമണം നടത്തുകയും താജ് ഹോട്ടൽ ഉൾപ്പെടെയുള്ള പല ഹോട്ടലിൽ തീപിടിക്കുകയും ചെയ്തു. അതിൻ്റെ അന്തേവാസികൾ പലരെയും രക്ഷപ്പെടുത്തുന്നതൊക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടു. 3 ദിവസം ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ ആക്രമണമായിരുന്നു 2008 ബോംബെയിൽ ഉണ്ടായത്. എന്തായാലും പാകിസ്ഥാനിലെ ആ ടെററിസ്റ്റുകളെ നമുക്ക് 9 എണ്ണത്തിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റി. അതോടൊപ്പം തന്നെ ഒരാളെ നമ്മൾ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചു. ഇത് രാജ്യദ്രോഹ കുറ്റമാണ്, ഇന്ത്യയെ വിഭജിക്കാനുള്ള കുറ്റമാണ്, ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി തകർക്കാനുള്ള കുറ്റമാണ്, രാജ്യത്തെ ഛിന്നഭിന്നമാക്കാനുള്ള കുറ്റകരമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ആ ഒരു സ്ഫോടനം നടത്തി രാജ്യത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നവർക്ക് വധശിക്ഷ തന്നെയാണ് ഇന്ത്യൻ നിയമത്തിൽ. അതുകൊണ്ടാണ് അജ്മൽ കസബിനെ 2012 തൂക്കിലേറ്റിയത്. ജീവനോടെ പിടിച്ച ഏക പാകിസ്ഥാനി ടെററിസ്റ്റിനെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മൾ തൂക്കിക്കൊന്നു. ആ ബോംബെ 2008 ബോംബെ സ്ഫോടനത്തിൽ സൂത്രധാരന് പ്രധാന പ്രതി ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന തഹൌർ റാണ തന്നെയാണ്. അയാളുടെ സഞ്ചാരം ഇന്ത്യയിൽ ഈ ബോംബെ സ്ഫോടനത്തിന് തൊട്ട് മുമ്പ് അയാൾ കൊച്ചിയിൽ വന്ന് അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു. 3-4 ദിവസം അവിടെ താമസിച്ചായിട്ട് നമുക്ക് റെക്കോർഡുണ്ട്, നമുക്ക് തെളിവുണ്ട്. അയാളെ അമേരിക്കയിലെ കേസിൽ 2008 തടവിലാക്കി. അതിനുശേഷം 16 വർഷത്തെ നിരന്തരമായ പോരാട്ടത്തിന് ശേഷമാണ് നമുക്ക് അയാളെ വിട്ടുകിട്ടിയത്. കാരണം അമേരിക്കയിൽ ഇയാളൊപ്പം ഡേവിഡ് കോൾമാൻ എന്ന വ്യക്തിയുടെ ഉണ്ട്, പക്ഷെ അയാളെ നമുക്ക് ലഭിച്ചില്ല. പക്ഷേ ബെഹ്റ DGP NIAയുടെ ചീഫായിരുന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയിൽ പോയി ഡേവിഡ് കോൾമാനെ ചോദ്യം ചെയ്തു. ഡേവിഡ് കോൾമാൻ്റെ ഡിസ്ക്ലോഷർ ഉണ്ടായി. ഈ തഹൌർ റാണ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ, ഗൂഢാലോചന അയാളും ഉണ്ടായിരുന്നു. നമ്മൾ തഹൌർ റാണയെ പറ്റി പഠിച്ചു. അയാൾ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്നെങ്കിലും അയാൾ കനേഡിയൻ വംശജനാണ്, അവിടുത്തെ ബിസിനസ്സുകാരനാണ്. അയാൾ തീവ്രവാദ സ്വഭാവത്തിലേക്ക് മാറി. അതിനുശേഷം അയാൾ ഈ ഭീകരമായ അന്തരീക്ഷം ഇന്ത്യയിൽ സൃഷ്ടിച്ചു. നമുക്കറിയാം അമേരിക്കയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം US ട്രേഡ് സെന്റർ ആക്രമണം 11/9/2001 ആ സംഭവം ഉണ്ടായത്. അതിന് തൊട്ട് മുമ്പ് ബോംബെ 1993 ഒരു വലിയ സ്ഫോടനം ഇന്ത്യയിൽ നടത്തി. 257 പേർ കൊല്ലപ്പെട്ടു, 713 പേർക്ക് പരിക്കുണ്ടായിരുന്നു. 12 സ്ഥലങ്ങളിൽ സൈമുൾട്ടേനിയസ് ആയിട്ട് ബോംബെയിൽ സ്ഫോടനം ഉണ്ടായി. 1991 സംഭവമാണ് ഞാൻ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഗുജറാത്തിൽ നിന്ന് 4 ഭീകരരെ അന്ന് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. പലരെയും അതിന് വധശിക്ഷ തന്നെ നടപ്പാക്കി. അതിനുശേഷം 2006 മുതൽ ഇന്ത്യക്കെതിരായിട്ട്
സ്ഫോടനവും അതുപോലെ തന്നെ ടെററിസ്റ്റ് ആക്രമണം നടത്താനായിട്ടുള്ള ശ്രമം പാകിസ്ഥാനും ബേസ്ഡായിട്ട് ഉള്ള ടെററിസ്റ്റ് സംഘടനകളും അതിനെ സപ്പോർട്ട് ചെയ്ത തഹാവൂർ റാണയും അതുപോലെ ഡേവിഡ് കോൾമാനും ഇവരൊക്കെ ഇന്ത്യ സന്ദർശിച്ചിരുന്ന രണ്ടുപേരും അതിന് പ്രാരംഭമായി പല ഹോട്ടലുകളും രഹസ്യമായി വന്ന് താമസിച്ച് മടങ്ങിയതായിട്ടുള്ള റെക്കോർഡുകൾ ഇപ്പോൾ ഇന്ത്യയിലെ NIAയുടെ കൈവശമുണ്ട്. 16 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം അമേരിക്ക വിട്ടുതന്നു. അമേരിക്കയ്ക്ക് അറിയാം ഇന്ത്യക്ക് വിട്ടുകൊടുത്ത ഇന്ത്യൻ നിയമം അനുസരിച്ച് ശിക്ഷ നടപ്പാക്കിയാൽ അത് വധശിക്ഷയ്ക്ക് തന്നെ പോകുമെന്നറിയാം. ഇപ്പോഴേ അറസ്റ്റ് ചെയ്തിരിക്കുന്ന തഹാവൂർ റാണ 64 വയസ്സുകാരനാണ്. 2008 മുതൽ അമേരിക്കയിൽ കിടക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ റോള് 120B ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന ഫലമായിട്ടാണ് ബോംബെയിലെ ഈ ആക്രമണം ഉണ്ടായത്. അതിനകത്ത് നമുക്കറിയാം ഇന്ത്യക്കാരും ബോംബെയിലെ പല ഉദ്യോഗസ്ഥന്മാരും ഫയർ ഫൈറ്റേഴ്സ് ഉൾപ്പെടെ അങ്ങനെ പല ആൾക്കാരും നമുക്ക് നഷ്ടപ്പെട്ടു. എന്തായാലും അതിൻ്റെ ആ ഭീകരാന്തരം സൃഷ്ടിച്ച ആ ഗൂഢാലോചനയുടെ ചീഫ് 2 പേരിൽ ഒരാളെ നമുക്കിപ്പം 16 വർഷത്തിന് ശേഷം കിട്ടി. 3 ദിവസം ഇന്ത്യയെ മുൾമുന നിർത്തിയ ആ ഭീകരാക്രമണം നമുക്ക് ആർക്കും മറക്കാനൊക്കില്ല. പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഗ്രൂപ്പായ ലഷ്കർ-ഇ-തോയ്ബ അതുപോലെ തന്നെ ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാം ഈ 2 സംഘടനകളും പാകിസ്ഥാനിലെ മറ്റ് ചില ടെററിസ്റ്റ് സംഘടനകൾ ചേർന്നാണ് ഇന്ത്യക്കെതിരായിട്ട് ഈ പ്ലോട്ട് തയ്യാറാക്കുകയും അതിന് ഈ 2 പേരുടെയും റാണയുടെയും അതുപോലെ കോൾമാൻ്റെ സഹായം അവർക്കുണ്ടായി. ആ ഗൂഢാലോചനയിൽ അവർക്ക് പങ്കുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഇന്ത്യയിലെ വളരെയധികം ഞെട്ടലുളവാക്കിയെങ്കിലും അന്നു മുതലേ വളരെ സജീവമായി ഇന്ത്യയുടെ എല്ലാ ഏജൻസികളും എല്ലാ സ്റ്റേറ്റ് പോലീസും ഈ ടെററിസ്റ്റ് ആക്രമണത്തിനെതിരായി അതീവ ജാഗ്രതയോടെ നമ്മൾ ഇത്രയും നാളും വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം നമുക്ക് ഒരാളെ നമ്മളെല്ലാം 16 വർഷം കാത്തിരുന്ന ആ ടെററിസ്റ്റിനെ നമുക്ക് ഇന്ത്യക്ക് ലഭിച്ചു, ഇന്ത്യക്ക് വിട്ടു തന്നു. അതിനകത്ത് ബെഹ്റ അവിടെ പോയി കോൾമാനെ ചോദ്യം ചെയ്തു നിന്നാണ് ഇയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് NIA 18 ദിവസം ചോദിച്ചിട്ടുണ്ട്. 15 ദിവസം കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. 18 ദിവസത്തോളം തീർച്ചയായിട്ടും ലഭിക്കും എന്ന് കരുതുന്നു. ആ 18 ദിവസം കൊണ്ട് കുറേയൊക്കെ നമുക്ക് ഈ ഭീകരാന്തരീക്ഷത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബ്രെയിനി പീപ്പിൾ ആരാണ്, ആരൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടോ, അല്ലെ ഇവർക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ NIA ഇനി അന്വേഷിച്ച് കണ്ടുപിടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ ബോംബെയിലെ ഈ അക്രമം 166 പേരുടെ ജീവനെടുത്ത ആ അക്രമം ഇന്നും പരിക്കേറ്റ് പലരും ബെഡ് റിഡനായിട്ട് കിടക്കുന്നത്. 238 പേർക്കാണ് പരിക്കേറ്റത്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നമുക്കറിയാം അവിടെ ആ വധശിക്ഷ അജ്മൽ കസബ് തോക്കുമായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വളരെയധികം റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. വേൾഡ് ട്രേഡ് സെൻറ്റർ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ മരിച്ചവരുടെ എണ്ണം ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. 2 എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ പ്ലെയിൻ വന്ന് ഇടിച്ച് ട്രേഡ് സെൻറ്ററിൽ വന്ന് ഇടിച്ച് നശിക്കുന്നതും ഇടിച്ച് തെറിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. 2753 പേർ മരിച്ചുപോയി. അതിനകത്ത് 343 ഫയർഫോഴ്സ് ഫൈറ്റേഴ്സും ഉണ്ടായിരുന്നു. തീകെടുത്താൻ ശ്രമിച്ച അവർ 343 പേരും ഉണ്ടായിരുന്നു. 19 ടെററിസ്റ്റ് അതിനകത്ത് കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കി. മൊത്തം 2976 പേര്, 3000 ആൾക്കാരോളം അവിടെ കൊല്ലപ്പെട്ടു. ഡേവിഡ് കോൾമാനും തഹാവൂർ റാണയും ഒക്കെ അതിനകത്ത് പങ്കുണ്ട് എന്ന് കണക്കാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അധികം ലഭിച്ചിട്ടില്ല. ഇന്ത്യക്ക് ആവശ്യമുള്ള ഇന്ത്യ കണ്ടെത്തിയ ഡീറ്റെയിൽസിൽ അമേരിക്ക കൈമാറി. അവർക്കത് ബോധ്യപ്പെട്ടു, അമേരിക്കൻ കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഇയാളെ ഇന്ത്യക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഏതായാലും വെയ്ജിങ് വാർ അഗൻസ്റ്റ് ഇന്ത്യ, അതാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു. NIA തീർച്ചയായിട്ടും അതിനകത്ത് ഗൂഢാലോചന 120B, ആ പാകിസ്ഥാനി അജ്മൽ കസബിനെ തൂക്കിക്കൊന്ന നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഇതിനകത്ത് മറ്റുള്ളവരെയും തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അതേ ശിക്ഷ തന്നെ കൊടുക്കേണ്ടി വരും. കാരണം അതേ സെക്ഷൻസാണ് അജ്മൽ കസബിനെതിരായിട്ടുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ആ ശിക്ഷ അവന് നടപ്പാക്കാൻ കാരണമായ അതേ വകുപ്പ് തന്നെയാണ് ഇപ്പോൾ ഇയാൾക്കും എതിരായി ഇന്ത്യയിലെ NIA ചുമത്തിയിരിക്കുന്നത്. 120Bയും 121 വെയ്ജിങ് വാർ അഗൻസ്റ്റ് ഇന്ത്യ, ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യുക,
121 കോൺസ്പിറസി ഉണ്ട് അതിനകത്ത്, UAP ആക്ട് ഉണ്ട്. 116 വർഷത്തെ നിയമ പോരാട്ടം അമേരിക്കയിൽ നമ്മൾ നടത്തി. ഇന്ത്യയിലെ നിയമവ്യവസ്ഥകളും ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളൊക്കെ അമേരിക്കൻ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട അടിസ്ഥാനത്തിലാണ് ഇയാളെ വിട്ടുകിട്ടി എന്നുള്ള കാര്യം നാം മറക്കരുത്. ഏതായാലും എൻ്റെ ഒരു ധാരണ അനുസരിച്ച്, എൻ്റെ ഒരു അറിവ് അനുസരിച്ച് തീർച്ചയായിട്ടും അജ്മലിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അത് നമുക്ക് ഈ കേസിന് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്തവരെ വധശിക്ഷയ്ക്ക് തന്നെ വിധിക്കും. നമ്മുടെ പാർലമെന്റ് ആക്രമിച്ച സമയത്ത് അതിന്റെ ഗൂഢാലോചനയിൽ അതിനകത്ത് അക്രമത്തിന് ഫണ്ട് കൊടുത്ത ഒരാളെ നമുക്കറിയാം ഇന്ത്യയിൽ തൂക്കിക്കൊന്നു, അജ്മലിനെ തൂക്കിക്കൊന്നു. അതുകൊണ്ട് ഇപ്പം വന്നു ചേർക്കുന്ന കനേഡിയൻ പൗരനായ ആ വ്യക്തിക്ക് മറ്റേ വധശിക്ഷ തന്നെ നടപ്പാക്കും എന്നാണ് ഞാൻ കരുതുന്നത്.